കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് സാമ്പാർ കിട്ടണേൽ ഇതുപോലെ സാമ്പാർ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാൽ മതി. നല്ല മണവും ഗുണവും ഉള്ള ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഓരോ സെറ്റായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചൂടാക്കി എടുക്കുകയാണ്. എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം, അതുകൊണ്ട് ആർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പാൻ ചൂടായതിന് ശേഷം ആദ്യം നമ്മൾ അരക്കപ്പ് മല്ലി റോസ്റ്റ് ചെയ്ത് മാറ്റാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വറക്കാൻ. ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മല്ലി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനൊരു നല്ല മണവും വരും. അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് പൊട്ടി തുടങ്ങും. ചെറിയൊരു നിറവ്യത്യാസം വരും. ആ കണക്കിനാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത്. ഓഫ് ചെയ്താലുടൻ ചൂടത്തുനിന്ന് മാറ്റുക. ഓരോ ചേരുവയുടെയും വറവ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് വറക്കാത്തത്. ഇനി നമ്മൾ വറക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചനാഡാൽ 2 ടേബിൾ സ്പൂൺ, ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്നും. പരിപ്പുകൾ 3ഉം ഒന്നിച്ച് വറുത്തെടുത്താൽ മതിയാകും. ഇതും നേരത്തെ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ നല്ല മണം വരുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പരിപ്പുകൾ ചേർക്കുന്നത് സാമ്പാറിന് ടേസ്റ്റ് വരാൻ മാത്രമല്ല, നല്ല കൊഴുപ്പ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ കടലപ്പരിപ്പ് ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ സാമ്പാർ തയ്യാറാക്കുമ്പോഴാണേലും സാമ്പാർ പരിപ്പിനൊപ്പം ഒരു അല്പം കടലപ്പരിപ്പൂടെ ചേർത്താൽ സാമ്പാർ നല്ല ടേസ്റ്റി ആയിരിക്കും. പരിപ്പുകൾ ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല മുരിഞ്ഞ മണവും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തീയിൽ നിന്ന് മാറ്റുകയാണ്. അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ഇതെല്ലാം കൂടി മൂപ്പിച്ചെടുക്കുക. ഉലുവ ചെറുതായിട്ട് ബ്രൗൺ ആകുന്ന കണക്കിന് തീ ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇതുപോലെ മുരിച്ചെടുക്കണം. കറിവേപ്പില 12 വലിയ ഇലയാണ് എടുത്തിരിക്കുന്നത്, വറ്റൽമുളക് 10 എണ്ണവും. ഇവിടെ നമ്മൾ ചെറിയ തീയിൽ ഇത് രണ്ടും ഇലയും വറ്റൽമുളകും ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ ചൂടാക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലും താഴെ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കുന്നത്. കറിവേപ്പില നമ്മൾ പച്ചയ്ക്ക് ചേർക്കുന്നതായതുകൊണ്ട് അതിൽ വെള്ളമയമൊക്കെ നല്ലപോലെ വറ്റി നല്ല ക്രിസ്പി ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാകമായോ എന്നറിയാൻ വേണ്ടി ഒരു ഇല എടുത്ത് നമ്മൾ ഒടിച്ച് നോക്കിയാൽ മതി. അത് ജസ്റ്റ് ഒടിഞ്ഞു വരണം. ആ ഒരു കണക്കിന് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ. കറിവേപ്പില നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളകും നല്ലപോലെ ചൂടായി. ഇതിലേക്കൊരു ചെറിയ കഷ്ണം കായം പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഏകദേശം 3/4 ടീസ്പൂണോളം ഉണ്ട്. ഒപ്പം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഈ പൊടികളും കൂടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് പെട്ടെന്ന് നമുക്ക് തീ നിർത്താം. അധികം നേരമൊന്നും വേണ്ട, ഏതാനും സെക്കൻഡ്സ് മതിയാവും. പൊടികൾ ചൂടായ പാടെ ഇതിൽ നിന്ന് മാറ്റുവാണ്. ഇതിന് എല്ലാം കൂടി നന്നായി ആറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ചൂടാറണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഒട്ടും വെള്ളമയം ഇല്ലാതെ നമുക്കിത് പൊടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ജാറിൽ, അതും വെള്ളമയമൊന്നും ഇല്ലാത്ത ജാറിൽ സൂക്ഷിച്ച് വെക്കുക. ഇതിപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. ഈ മണം വരുമ്പോൾ തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തോന്നും, അത്ര സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്